ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ലൈഫിലുമായിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഏറ്റെടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 9 ഓഫ് പെൻഡിക്കിൾ ആണ്. 9 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 4 വന്നിട്ടുണ്ട്, 16 വന്നിട്ടുണ്ട്, 7, 1 വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും ശരി തന്നെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്, സ്നേഹം, പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു ഓഫർ, ഇതിനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ ഒന്നും വരാത്തത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തുമാത്രമാണോ നിങ്ങളുടെ പേഴ്സന് സ്നേഹം കൊടുത്തത്, ആ സ്നേഹം തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു തരുന്നത്. നിങ്ങൾ കൊടുത്തതായിട്ടുള്ള സമയം, സ്നേഹം, മെസ്സേജിന് റിപ്ലൈ അല്ലെങ്കിൽ കോള് ഒക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സമയം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പം 2 മനസ്സോട് കൂടി നിങ്ങൾ കാത്തു നിൽക്കുന്നു. ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങൾ വളരെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് എൻ്റെ ഗതി എങ്ങോട്ടാണ്, ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നൊന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയാതെ നിങ്ങൾ ടെൻഷനായി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ഓക്കെ, അടുത്തത് നോക്കാം. 4 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഒന്നിലധികം ഓഫറുകൾ വന്ന് നിൽക്കുന്നു. ചിലപ്പോൾ ഒരു വിവാഹമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലവ് റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ പേഴ്സൺ എപ്പോഴാണോ വരുന്നത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാൻ വയ്യ. ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ല വിവാഹ ആലോചനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു ജോലി, നിങ്ങൾക്കൊരു പുതിയ സ്ഥലത്തേക്ക് മാറിപ്പോയി ഒരു ജോലി ചെയ്യണം. അതിന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ പോകുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ വന്നില്ലെങ്കിൽ സ്ഥലം മാറി പോകണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മറ്റു ചില വ്യക്തികൾ ചില കേസിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ കേസ് കൊടുക്കണമോ വേണ്ടയോ, കൊടുത്താൽ പേഴ്സൺ എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് പോകുമോ, അതല്ല കേസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഇനി ഒരിക്കലും എന്നിലേക്ക് വരാതിരിക്കുമോ, അപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുമുണ്ട്. പക്ഷേ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യത്തിൽ ഇനി എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് പേഴ്സൺ നഷ്ടപ്പെടുമോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ.
എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത്? നിങ്ങൾ ഇപ്പം എല്ലാം അവസാനിപ്പിക്കണോ, എൻ്റെ ജോലി എനിക്ക് എൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു പോകണമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചില പ്ലാനുകൾ എടുക്കുന്നുണ്ട്. ടവർ ഈ റിലേഷൻ ഇനി എന്നേക്കുമായിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു, എനിക്ക് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഇനി തുടരാൻ താല്പര്യമില്ല, ഈ ടവർ ആണെങ്കിൽ ശരി, ടവർ വരട്ടെ, ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു, ഇനി എനിക്ക് സഹിക്കുന്നതിനും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതിനും ഒന്നും എനിക്കിനി താല്പര്യമില്ല, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ചില നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക് തന്നെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് തന്നെ നിങ്ങൾ കടന്നു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ എങ്കിലും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ തെറ്റിൻ്റെ പേരിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു യാത്ര പോകാൻ തയ്യാറായി നിൽക്കുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട്. ചില പ്ലാനിങ് ആണ് നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് വിദേശത്തേക്കോ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ റിലേഷൻ്റെ ബേസിൽ നിൽക്കുന്നത് കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ റിലേഷൻ എങ്ങനെയാണ്, അവസാനിക്കുമോ അതോ ഇനി ഒരു ന്യൂ ബിഗിനിങ് ഇതിനുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ജോലിയും റിലേഷനുമായിട്ട് കൺഫ്യൂഷനാക്കി നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളും ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് മജീഷ്യൻ വന്നിരിക്കുന്നത്? ഇവിടെ 2 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. മജീഷ്യനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 2 സിറ്റുവേഷനിൽ നിങ്ങൾ ജഗ്ലിങ്ങിലാണ്. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില നെഗറ്റീവ് പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ഉള്ളിലോട്ട് കടന്നു വരുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ടാരോ റീഡ്സും മറ്റും കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തോന്നുകയും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവിൽ മാത്രം നിൽക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട്. ചില സമയത്ത് നെഗറ്റീവ് വരുന്നുണ്ട്. ഒരിക്കലും ഇനി എൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നില്ല, പിന്നെ വിചാരിക്കുക എന്നിലേക്ക് വരും എന്നിങ്ങനെ 2 മനസ്സോട് നിൽക്കുന്നത് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ശക്തനായ ഒരു വ്യക്തിയാണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു സമയത്ത് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള 2 ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് ശരിക്കുമായിട്ട് അതൊന്ന് പോസിറ്റീവിലാവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതേ കണക്ക് തന്നെ അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനും കഴിയുന്നില്ല, എന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ എനർജിയിലൊന്നും പെടാത്ത എന്തെങ്കിലും ടെൻഷൻ, റിലേഷൻഷിപ്പ് ടെൻഷനിലും വിഷമത്തിലും എൻ്റെ വ്യൂസ് നിൽക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, ഈ എനർജിയിൽ പെടാത്തതായിട്ടുള്ള എന്തെങ്കിലും വിഷമത്തിലോ ടെൻഷനിലോ എൻ്റെ വ്യൂസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഇവിടെ മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തതയില്ല, ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം, ഇലൂഷനായിരിക്കാം, പക്ഷെ അതിനൊന്നും വ്യക്തതയില്ല. അവിടുന്ന് ഇവിടുന്നും ചിലത് കേട്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് കറക്റ്റ് ചോദിച്ച സമയത്ത് ഒരിക്കലും അതിനൊരു വ്യക്തതയോ കാര്യമോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ സ്വീകരിക്കണമോ ഉപേക്ഷിക്കണമോ എന്നറിയാൻ വയ്യാത്ത ടെൻഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തകളായിരിക്കാം. ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടെങ്കിലും നിങ്ങളുടെ കൂടെ കാണുമോ, ഇനി ഒരു ഫാമിലി നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ ടെൻഷനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തയും കൂടി നിങ്ങളുടെ ലൈഫിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ
ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഇത് റിലേഷനെ ബേസ് ചെയ്തായിരുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 14, 21, 5, 3, 11, 2, 9 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എനർജീസും കൂടി പറയാം. ഫയർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആണ്. എയർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ജെമിനി, ലിബ്ര, അക്യൂറിയസ്. എർത്ത് എലിമെൻറ്റ് വന്നിട്ടുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. വാട്ടർ എലിമെൻറ്റ് ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ അവരിപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ചില സാലറി പ്രശ്നങ്ങളായിരിക്കാം. മറ്റ് ചില ജോലി സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ചില സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഇമോഷണൽ പ്രശ്നങ്ങൾ, ഓവർ വർക്ക് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾക്ക് നേരിടുന്നത്. ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരിടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ വേൾഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ദ വേൾഡ് വന്നിരിക്കുന്നത്? 9 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അതൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളിൽ ബാലൻസിങ്ങിലില്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു ടെൻഷൻ അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. ആ ആഗ്രഹിച്ച കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. ബാലൻസ് കിട്ടുമെന്ന്, എല്ലാം രണ്ടും ബാലൻസിങ്ങിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ സന്തോഷിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് എന്തോ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് നടക്കുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് സംഭവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തടസ്സമായി നിൽക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ചില യാത്രയ്ക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ യാത്ര നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയോ അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കുറേ നാളായിട്ട് ഒന്നിൻ്റെ പിറകെ നിങ്ങൾ കുറേ അന്വേഷിച്ച് നടന്നിരുന്നു. അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിരാശയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചില ഐഡിയാസ് ഉണ്ടായിരിക്കും. ആ ഐഡിയാസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അത് ബാലൻസിങ്ങിലില്ലാതെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ടെൻഷനും ഓവർ തിങ്കിങ്ങും കാരണം നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റ് പോലെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓൺലൈൻ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവസാനിപ്പിച്ചതിൽ നിങ്ങൾ ചെറിയ ടെൻഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ അന്വേഷിച്ച് നടന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ വഴി ബ്ലോക്ക് ആയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നേരിടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും
എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ടൈം ആയപ്പോൾ അവരതിൽ നിന്ന് പിന്മാറിയതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷമം നേരിടുന്ന അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ വഴി തുറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ വഴി നിങ്ങൾക്ക് അടഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഈ ഒരു ഇതെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് ഒരു വെപ്രാളം, ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനനമോ ഒരു കുഞ്ഞ് ജനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷനിലുള്ള ആരെങ്കിലും ഒരു മരണമോ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ തരുന്നത് അല്ലെങ്കിൽ ഒരു വിഷമം തരുന്നതായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ എനർജി കഴിഞ്ഞതായിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സമയത്ത് അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയിലോ എന്തെങ്കിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നതായി കാണുന്നു. അതിന് വേണ്ടിയിട്ട് ആ സെലിബ്രേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു എനർജി കൂടി കാണുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹെർമിറ്റ് വന്നിരിക്കുന്നത്? വളരെ ദുഃഖകരമായിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ശക്തമായി പ്രവർത്തിക്കാനോ മുന്നോട്ട് പോകുന്നതിനോ തടസ്സങ്ങൾ നേരിടുകയാണ്. വളരെ പതുക്കെ മന്ദഗതിയിലാണ് നിങ്ങളിപ്പം ആഗ്രഹിക്കുന്നതായി അല്ലെങ്കിൽ പോകുന്നത്. അവരുടെ ഉപദേശപ്രകാരം മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും നാൾ സ്വാതന്ത്ര്യത്തോടു കൂടി വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരുടെയൊക്കെ നിയന്ത്രണത്തിൽ കൂടി അവരുടെ നിയന്ത്രണത്തിൽ കൂടി കടന്ന് വളരെ സാവധാനം തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നിങ്ങളെ സ്നേഹിക്കാനോ സഹായിക്കാനോ നിങ്ങൾക്ക് വിഷമങ്ങൾ ഷെയർ ചെയ്യുവാനോ വ്യക്തികളില്ല എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോളിനെ അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു ടൈമിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റു ആൾക്കാരുടെ ഒക്കെ വാക്കുകളിൽ തന്നെ നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് തളർത്തിയിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം മറ്റുള്ള ആൾക്കാരെ വിശ്വസിച്ചുവോ ആ ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ മോശമായ അനുഭവങ്ങൾ, വിശ്വാസവഞ്ചനകൾ നിങ്ങളെ ഒരുപാട് തളർത്തിയിരിക്കുന്നു. നിങ്ങൾ പല വ്യക്തികളും ഇപ്പോൾ മെഡിറ്റേഷനും കാര്യങ്ങൾക്കുമായിട്ട് സമയം കണ്ടെത്തുകയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നടക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. ഇതിന് പരിഹാരമായിട്ട് യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മാനസിക വിഷമങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മദർ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന റിലേഷൻഷിപ്പ് ബേസിൽ എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ഒരു സമയത്തെ നിങ്ങൾ കടത്തി വിടുക. നിങ്ങളത് തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് കുറച്ച് നേരം മൗനമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ്, യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ ഭാരപ്പെടുന്നത് അതിന് ശക്തമായ ഒരു ആൻസർ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള സൈൻ പോലും യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ട്, ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന സൈൻ അത് നിങ്ങളിലേക്ക് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്രത്തോളം ടെൻഷനിൽ നടക്കേണ്ട കാര്യമില്ല. പല വ്യക്തികളും മഴവില്ല് കാണുന്നു എന്ന് പറയുന്നു. മഴവില്ലെന്ന് പറയുന്ന യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആണ്.
പല വ്യക്തികളും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നെന്ന് പറയുന്നു, ബട്ടർഫ്ലൈ കാണുന്നെന്ന് പറയുന്നു. നിങ്ങൾ ചില സമയത്ത് വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞു തൂവലുകൾ, അപ്പൂപ്പൻ താടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എങ്കിൽ നിങ്ങൾ അത്രത്തോളം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്ന കാര്യത്തിന് ഡിവൈൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. പല സൈനും നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഡ്യൂഷൻ പവർ കുറയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും യൂണിവേഴ്സ് ഒരുപാട് സൈൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും. അതും അല്ലെങ്കിൽ തന്നെയും ആരോ റീഡ് വഴിയും നിങ്ങൾക്ക് സമാധാനം എത്തിക്കാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും യൂണിവേഴ്സിൻ്റെ മക്കളെ തകർത്ത് കളയുവാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ സമയവും നിങ്ങൾക്ക് കടന്നു പോകും. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ ഭയവും നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ എല്ലാം ക്ലിയർ ചെയ്ത് സിറ്റുവേഷനെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ആ വിഷമത്തിൽ നിന്നെല്ലാം മാറ്റിയിട്ട് സ്വയം ഒന്ന് സന്തോഷിച്ച് ക്ലിയർ ആയിട്ട് എല്ലാം എൻ്റെ യൂണിവേഴ്സ് നടത്തി തരും. എനിക്ക് ടെൻഷനില്ല, ഞാൻ ഇനി ഭാരം ചുമക്കുന്നില്ല, ഇത്രയും നാൾ ഞാൻ ചുമന്നിട്ടും അതിലൊരു മാറ്റവും എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്നതായ ഫലങ്ങൾ, നിങ്ങൾ ആ ഒരു പഴമൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ച് ഉരിഞ്ഞ് കഴിക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങ് കഴിക്കാൻ നിൽക്കാതെ അതിനെ ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കി ഒന്ന് യൂണിവേഴ്സ് എത്രയും അനുഗ്രഹമായിട്ടാണ് ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പഴത്തിന് തോലില്ലാണ്ടാണ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ മണ്ണും പൊടിയും പറ്റി നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. അത് എത്രത്തോളം അതിൻ്റെ ലൈഫ് സൈക്കിൾ തന്നെ ഏറ്റവും ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഉരിച്ച് കഴിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് തന്ന ദാനമാണ്. എത്ര മധുരമായിട്ടാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ വയറ് നിറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നല്ലതായിട്ട് നമുക്ക് വേണ്ടി ഓരോ അണുവിൽ പോലും അത്രയും ക്രിയേറ്റീവായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ മുന്നിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നാൽ ഇത്രയും മനോഹരമായ മുഖവും ശരീരവും തലച്ചോറും ഒക്കെ തന്ന ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലേ? യൂണിവേഴ്സ് നല്ലത് മാത്രമേ തരുവുള്ളൂ. നിങ്ങളെ എന്നും കൊന്നും കണ്ണുനീരിൽ ആഴ്ത്തുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തരത്തില്ല. കുറച്ച് നാൾ മറ്റുള്ള വ്യക്തികൾ നിങ്ങളായിട്ട് തട്ടിക്കളിക്കുമായിരിക്കും, നിങ്ങളായിട്ട് ചതിക്കുമായിരിക്കും. പക്ഷേ യൂണിവേഴ്സിന് മനസ്സിലാകും ഈ വ്യക്തി നിങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കണ്ട് അറിഞ്ഞ് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും കൃത്യതയോടുകൂടി തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സറണ്ടർ ആകുക, യൂണിവേഴ്സിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ സമാധാനപ്പെട്ട് ഇരിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ദൈവം എല്ലാത്തിനും മതിയായവനാണെന്ന് ചിന്തിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെതായിട്ടുള്ള എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലൈഫിൽ അവരനുഭവിക്കുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൂടി നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നൽകുക. താങ്ക് യു യൂണിവേഴ്സ്. ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഐ ലവ് യു യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണോ നിൽക്കുന്നത് അത് നിങ്ങൾ സക്സസ് ആയിട്ട് നിങ്ങളത് പൂർത്തീകരിക്കും. നിങ്ങൾക്കൊരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് അത് നടന്നു തന്നെ തീരും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും മികച്ച സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് ബ്ലെസ്സിങ് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഇതുവരെ നിങ്ങളെ ഇതുപോലെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന നന്മകളെല്ലാം ഈ ബൗണ്ടറിയിലാണ് തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജോലിയാവട്ടെ, നിങ്ങളുടെ പണമാകട്ടെ, നിങ്ങളുടെ സമാധാനമാകട്ടെ, മറ്റെന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം ഈ ബൗണ്ടറി ഇവിടെ ഒരു മതിൽ കെട്ടി നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ മതിൽ ചാടിക്കടന്ന് ഒരു കുതിരപ്പുറത്ത്, കുതിര എന്ന് പറയുമ്പോൾ യൂണിവേഴ്സാണ്, ഡിവൈൻ പവറാണ്. ആ ഡിവൈൻ പവറിൻ്റെ ശക്തി, ഡിവൈൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതിൻ്റെ മുകളിലൊന്ന് ഇരുന്നാൽ മാത്രം മതി. നിങ്ങളെ ഈ ഡിവൈനിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഡിവൈൻ നിങ്ങളെ എന്ത് പ്രതിബന്ധങ്ങളാണെങ്കിലും അതിനപ്പുറത്ത് കടത്തിക്കൊണ്ട് പോയിരിക്കും. നിങ്ങൾ വിജയക്കൊടിയാണ് കാണുന്നത്. നിങ്ങളുടെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണെങ്കിലും അതിൽ വിജയം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇത് അഫർമേഷനാണ്. നിങ്ങൾ ശക്തമായി തന്നെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം തന്നെ സംഭവിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യത്തിൽ മിറാക്കിൾ സംഭവിക്കാൻ പോകുകയാണ്.
നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ലൈഫിൽ ഇനി നടക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളഞ്ഞ ചില കാര്യങ്ങളായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം തൊട്ട് നിങ്ങളുടെ സമയം ഈ ഒരു റീഡിങ് കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആകുകയാണ് നിങ്ങളുടെ മിറാക്കിൾ ടൈം. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചത് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ചില കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം നിങ്ങളെ ചുമന്നു കൊണ്ടുപോയി അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കി നിങ്ങൾക്ക് തീർത്ത് തരും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചു കൊണ്ടിരിക്കുന്ന, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും അനുഗ്രഹമായിട്ട് നമ്മളെ നോക്കി നടത്തുന്ന ഈ ദൈവത്തിന്, ഈ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം നന്ദി പറയുകയോ നിങ്ങൾക്ക് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സമയം മുതൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ടൈം ഈ ഒരു സമയം മുതൽ ഒരു മിറാക്കിൾ ടൈമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. യൂണിവേഴ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈ അത്ഭുതം നടക്കട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി യൂണിവേഴ്സ് തന്നതിനായി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് 2 കാർഡും കൂടി എടുക്കാം. റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന എനർജി. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മറുപടിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഇവിടെ എന്തായാലും യൂണിവേഴ്സ് ഓൾറെഡി മറുപടി തന്നു കഴിഞ്ഞു. എങ്കിലും ഒരു കാർഡ് കൂടി നിങ്ങൾക്ക് എടുക്കുകയാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താണോ വിചാരിച്ചിരുന്നത്, നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പിന് വേണ്ടി വിചാരിച്ചിരുന്നത്, അത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ വരാൻ പോകുകയാണ്. ഓക്കെ, ഏതാണ്ട് ഇവിടെ ഒരു കപ്പും പിടിച്ച് വരുന്നുണ്ട്. ഓക്കെ, കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. വാട്ടർ എനർജിയാണ് വന്നിരിക്കുന്നത്. റൊമാൻറ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു പുതിയ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ പേഴ്സണെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിരിക്കാവോ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് യൂണിവേഴ്സ് പറയുന്നതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആകുമെങ്കിൽ ഈ വരക്കം, ഈ കുതിരയുടെ സ്പീഡ് കൂടും. ഇപ്പോൾ വളരെ മന്ദഗതിയിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ചേരും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു ന്യൂ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. കോള് മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കോള് മെസ്സേജ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം. നിങ്ങൾ വളരെ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറിയെങ്കിൽ മാത്രമേ ഈ കുതിരയ്ക്ക് സ്പീഡ് കൂടുകയുള്ളൂ. ഓക്കെ, കുതിരയ്ക്ക് സ്പീഡ് കൂടണമെങ്കിൽ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, ഇത് റിലേഷൻഷിപ്പിൻ്റെ ബേസിലെടുത്തതാണ്. ഇത് ഇനി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിച്ചിരുന്നാലും അത് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പോകുന്നു. രണ്ടും ചാരിയറ്റാണ്. ഇതും ചാരിയറ്റാണ്. യാത്ര തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം കടന്നു വരുന്നു. ഇപ്പം നിങ്ങളിവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ആരുമായിട്ടെങ്കിലും കോളിംഗ് മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ തന്നെയായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് ആരംഭമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അപ്പം യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജിന് അനുസരിച്ചാണ് ഞാൻ വീണ്ടും കാർഡ് എടുത്തപ്പോഴത്തേക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും റെസൊനേറ്റ് ആകും. ഈ എനർജി നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് ക്ലൂസുകളും കൂടി എടുക്കാം. കാശ്മീർ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, വയനാട്. ഫോൺ നമ്പർ ലാസ്റ്റ് 3 ലാസ്റ്റ് നമ്പറാണ്. പൂവാർ എന്ന് പറയുന്ന സ്ഥലം, വൈ എന്ന് പറയുന്ന ലെറ്റർ. പട്ടാളത്തിൽ ജോലിയുള്ള വ്യക്തികൾ. ലവ്. ഓക്കെ, സോൾമേറ്റ് ആണ് കാണിക്കുന്നത്. സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം. ലവേഴ്സ് കാർഡ് വരുന്നത് സോൾമേറ്റ് ട്വിൻ ഫ്ലെയിമും അതിൽ വരും. തിരുവനന്തപുരം. ഓക്കെ, ചോതി നക്ഷത്രം. 1999. ഓക്കെ, എന്തെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ. ഫർണിച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തികൾ. ആർ ലവ് എസ് കൊല്ലം ജില്ല. R&C 2460
വയലുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം. ടെലിപ്പതിയുടെ കാര്യം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. H13 അത്തം നാള്, H എന്ന് പറയുന്ന ലെറ്റർ, 13 നമ്പർ, അത്തം നാള്. ചതയം, മൂലം, 1916, 2004, 2009. മെസ്സേജ് ഈ ഒരു സമയത്ത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെയോ ഇന്നലെയോ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ബി എന്ന് പറയുന്ന ലെറ്റർ, ഭരണി നാള്. 2 എന്ന് പറയുന്ന നമ്പർ, അത് 2 മാസവുമാകാം, ഫെബ്രുവരി മാസവുമാകാം. ബി എന്ന് പറയുന്ന ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. ചോതി നക്ഷത്രം, 15 നമ്പർ. ഓക്കെ. തേനീച്ചയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. മകം നാള്. അലൂമിനിയം ഫാബ്രിക്കേഷൻ, 1980, UAE. സി കാർത്തിക നക്ഷത്രം, 3 എന്ന് പറയുന്ന നമ്പർ, 3 മാസവുമാകാം. യമഹയുടെ കമ്പനിയുടെ വണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നഴ്സ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. മാനന്തവാടി. ഓക്കെ. ഡ്രൈവർ, ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. മീറ്റിംഗ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. P&B വന്നിട്ടുണ്ട്. ഡൽഹി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ ഡൽഹിയിലായിരിക്കാം ജോലി ചെയ്യുന്നത്. പരവൂർ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. ഗ്രീൻ കളർ ഷൂ ആൻഡ് ചെപ്പൽ വന്നിട്ടുണ്ട്. കോഴിക്കോട്. മീനം, മേടം വന്നിട്ടുണ്ട്. പൊള്ളാച്ചി വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നിന്നാണ് നിങ്ങളുടെ റിലേഷൻ വന്നിട്ടുള്ളത്. കോട്ടയം വന്നിട്ടുണ്ട്. മാവേലിക്കര വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി, ഡോക്ടർ, ജർമ്മനി, കോട്ടയ്ക്കൽ, ഇടവം. ക്യാഷിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു സമയത്ത് ക്യാഷിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. വൃശ്ചികം. ഗിഫ്റ്റ്, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു. 5058, 1978. N എന്ന് പറയുന്ന ലെറ്റർ. ഉത്രാടം, 21 എന്ന് പറയുന്ന ലെറ്റർ, 21 എന്ന് പറയുന്ന നമ്പർ. 28. കിടപ്പ് രോഗി വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഈ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. 6 എന്ന് പറയുന്ന ലെറ്റർ. ചാരുമൂട് വന്നിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കുമിളി, ആലപ്പുഴ. ഒരുപാട് കെയർ ചെയ്യുന്ന ജോലി ആയിരിക്കാം, നിങ്ങൾക്ക് കെയർ ടേക്കർ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവർ ഒരുപാട് കെയർ ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം കൂടുതലും. ഓക്കെ. സ്കൂട്ടർ, പുതുതായിട്ട് സ്കൂട്ടർ വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് നിങ്ങൾ സ്കൂട്ടർ വാങ്ങിച്ച വ്യക്തിയായിരിക്കാം. ഷാജി, ഉത്തരം നക്ഷത്രം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഇത് റെസനേറ്റ് ആയില്ലെങ്കിലും മറ്റ് രാശികളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുതേ. ഓക്കെ. ബൈ.